కుంకుమ లేదు అక్కడ ఉంచు కుంకుమ కాదు ఉంది దాని కుంకుమ ఉందిలే ఇప్పుడు గాడి పెట్టుకోవాలరా అయిపోయిందిరా ఇంకైపోయింది సైలెన్స్ అమ్మ ఇప్పుతాడు లైట్రా ఎన్నికలకి రాను ఎన్నికల నుంచి చెప్పాలా ముంగటి నుంచి చెప్పాలా ముంగటి నుంచి అట్లానే మరి మా మూడు ఎట్టు తిప్పాడు పిల్లలు 2000 పిల్లగాళ్ళు 3000 ఎన్ని కథలు 2016 ఆడ చంద్రపతి యాదవ్ పెట్టలే లేకపోతే రూమ్ లో పెట్టిన వాడు వచ్చింది ఇప్పుడే పెట్టాల్సిందేరా మొత్తం ఇచ్చి మొత్తం అయిపోయినాయి ఇవ్వాల్సిందే మా బాగానే పెట్టి బాగా పెట్టాడు ఏది 100 రూపాయలా వాళ్ళ సెల్కే వాళ్ళ బాగా చేయాల్సిందే లేకపోతే ఏడకెళ్ళి వస్తాయి మీ సెల్కే మీ బాగా చేయాల్సిందే లేకపోతే ఏడకెళ్ళి వస్తాయి ఆడే పెడితే పంపిస్తుంది అయిపోయింది కట్టిండ్రు తల్లి చిన్నదే బిగ్గరనే ముళ్ళు రావట్లేదు అట్లా జీలకర్ర బెల్లం ఊసిపోతుందని సెలవు కట్టుకొచ్చిన నిన్న ఊసిపోతుంది ఈ బాసంగాలు పెట్టిన కదా జీలకర్ర బెల్లం పుల్ల దండలు ముందరకొచ్చి పుల్ల దండలు అది దుర్పాలే అవి మరి చెప్తున్నా ఇప్పుడేమి జరుగుతాను మళ్ళీ ఇట్టోడన్నా ఇప్పుడు తానం చేస్తారా తానం చేపించి పంపిస్తుంటాం కదా తలవాలు పడ్డాక వాళ్ళు తలవాలు వేసుకొని చక్కగా వచ్చింది ఉట్టి వేసుకొని ఆడ ఉతికిచ్చినాం ఇంకా మళ్ళీ బ్రేక్ పోసుకోవాలి నిద్ర ఆచారం పట్టించుకోను అట్లా మన నీళ్ళు ఏడు నీళ్ళు పెట్టిందా ఉంటాయి ఏడు నీళ్ళు ఎప్పుడు ఉంటాయి అసలు చేస్తే కావుతాయి పోదని నేను ఆడ కింద సాపేసుకొని వండుకోగా అక్కడ
ఇవి తీసి ఆడ గుడిమీద పెట్టి ఈ ఇప్పుతేనంటే అదే దీంట్లో పడతాయి ఎత్తని కోసం నేను తాను చెప్పాడు అన్ని చేయాలి అక్కడ రారు మళ్ళా కత్తెర నువ్వు యాభై ఇవి తీసుకోండి నీతో ఉన్న డబ్బులు వేసుకోవచ్చు కాక నేను తెచ్చిన కత్తెర పెట్టుకోమన్నా ఈ జనం కొన్నాను అటు పైన పెట్టాలి ఇలా పట్టుకో కత్తెర అన్ని పైన పెట్టమ్మా నాకు అందరు మన కూడా నీళ్ళు అదే చూడు అక్కడ కట్ చేయాలి దండ వస్తుంది గొలుసుంది కదా ఇట్లా పెట్టేసి అదే జరిగింది అటు ఉంటే ఇప్పుడు ఏడాది ముద్ద లోపల బంగారు గొలుసుంది కదా ఇది ఎందుకని వస్తుంది తీసే మామ అది తీసేసి హాఫ్ కేజీ బరువు ఉన్నాయోగా అది కాదు మరించి వేసి కాబట్టి బతికిపోయినాయి ఈ బట్టలు వేసుకుంటా కూర్చోవాలంట మా అవును మరి రేపు విషయాలు అది వేసుకున్నా దానికి అటాచ్డ్ చేస్తామా స్విచ్ చేస్తే കല്യാണ പെണ്ണിൻ്റെ ഗൃഹപ്രവേശം കണ്ടോ നിങ്ങൾ? ഇത് രാത്രിയിലാണ് ഈ ചടങ്ങുകളെല്ലാം നടന്നത്. ഇവിടുത്തെ മിക്ക ഫങ്ഷൻസും രാത്രിയിലാണ് നടക്കുന്നത്. ഇവർ ഈ സമയമൊക്കെ നോക്കി രാത്രിയിലായിരിക്കും മിക്കവാറും നല്ല സമയമൊക്കെ ഉണ്ടാകുന്നത്. എനിക്കറിയത്തില്ല അതിൻ്റെ കൃത്യമായ കാര്യങ്ങൾ. എന്നാലും ഇവർ എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, രാത്രിയിലാണ് ഇവിടുത്തെ വിവാഹ ചടങ്ങുകൾ മിക്കതും നടക്കുന്നത്. പെണ്ണിൻ്റെ ഗൃഹപ്രവേശവും ആ സമയത്ത് തന്നെ രാത്രി 1 മണിയൊക്കെ ആയി. എല്ലാവരും കിടന്നുറങ്ങുമായിരുന്നു. ഇമ്മക്കുട്ടിയും ഞാൻ പക്ഷേ പുറത്തെ സൗണ്ടൊക്കെ കേട്ടുകൊണ്ട് ചെന്നതാണ്. എനിക്ക് ഈ വീഡിയോ ഒക്കെ അവർ എടുത്തു തന്നതാണ്. എനിക്ക് താഴോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അടുത്ത ചടങ്ങുകൾ. ഇത് സത്യനാരായണ രഥം എന്ന് പറയും. കല്യാണം കഴിഞ്ഞാൽ കല്യാണ ചെറുക്കനും പെണ്ണും കൂടി ഈ ഒരു പൂജ നടത്തണമെന്ന് നിർബന്ധമാണ്. അത് ഏകദേശം തീരാറായപ്പോഴാണ് ഞാൻ താഴേക്ക് വന്നത്. അതുവരെ ഇമ്മക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ. കല്യാണ ചെക്കനും പെണ്ണും ചെക്കൻ്റെ ചേട്ടനും വൈഫും ഇവർ 4 പേരും കൂടെയാണ് ഈ പൂജ ചെയ്യുന്നത്. സത്യനാരായണ രഥം നമ്മുടെ നാട്ടിൽ ഞാനിത് കണ്ടിട്ടില്ല. സത്യനാരായണ സ്വാമിക്ക് വേണ്ടിയുള്ള പൂജയാണ് അത്. നമ്മുടെ നാട്ടിലുണ്ടോ? ഏതായാലും കോട്ടയം ഭാഗത്തില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. ഇനിയിപ്പം കേരളത്തിൻ്റെ വേറെ ചില ഭാഗങ്ങളിലുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ. ഏതായാലും ഞാനിവിടെയാണ് ഇത് കണ്ടിട്ടുള്ളത്. ഇപ്പം നമുക്ക് വേണേലും വീട്ടിൽ നടത്താം. പക്ഷേ കല്യാണത്തിൻ്റെ സമയത്ത് കല്യാണം കഴിഞ്ഞ് ആദ്യം പെണ്ണും ചെറുക്കനും കൂടി ചെയ്യുന്ന പൂജ ഇതായിരിക്കണം എന്നാണ് ഇവരുടെ വിശ്വാസം. അവർ പൂജ തീർന്നായിരുന്നു. പൂജ തീർന്നിട്ടുള്ള ബാക്കിയുള്ള ചടങ്ങുകളാണ് ഈ കാണുന്നത്. ഇവരെല്ലാവരും കൂടെ അതിന് പ്രദക്ഷിണം വെക്കുന്നു. ഇതാണ് കല്യാണ പെണ്ണ്. മുഖം കണ്ടില്ലായിരുന്നല്ലേ. കല്യാണ ചെക്കൻ, കല്യാണ ചെക്കൻ്റെ അച്ഛൻ അവരുടെ അടുത്ത് നിൽക്കുന്നതാണ്. കല്യാണ ചെക്കൻ്റെ പുറകെ നിൽക്കുന്നതാണ് അമ്മ. അവർ കുടുംബക്കാരെല്ലാവരും കൂടെ ഇത് നടത്തുന്നത്. അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഐശ്വര്യവും എല്ലാ
ഇതും എല്ലാ ആശീർവാദവും എല്ലാം ഉണ്ടാകുവാൻ വേണ്ടിയുള്ള പൂജയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാണ് അടുത്തതാണ് ഇവരുടെ പാർട്ടിയൊക്കെ വീട്ടിൽ. അന്ന് ഇവർക്ക് മെയിനാണ് നോൺ വെജ് കഴിക്കണമെന്നൊക്കെ. നോൺ വെജ് എന്ന് പറഞ്ഞാൽ വെജിറ്റേറിയൻസിനല്ല, പൊതുവേ ഇവരെല്ലാവരും നോൺ വെജ് കഴിക്കുന്നവരാണ്. അന്നേരം ഇതിൻ്റെയും പിറ്റേ ദിവസം ഈ പൂജയുള്ള അന്ന് ഇവർ ചെയ്യുമല്ലോ. അത് കഴിഞ്ഞ് എല്ലാവരെയും വിളിച്ചൊരു ഫങ്ഷനൊക്കെ നടത്തും ഇവർ, റിസപ്ഷനായിട്ട്. അത് വീടുകളിലായിരിക്കും മിക്കവാറും ചെയ്യുന്നത്. അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം ഞാൻ പോയില്ല, അതാണ് സത്യം. എന്നാലും അതോടുകൂടിയാണ് ഇവരുടെ കല്യാണത്തിൻ്റെ ആ ഒരു ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പെണ്ണും ചെറുക്കനും കൂടെ അവരുടെ വീട്ടിലോട്ട് പോകും, പെണ്ണിൻ്റെ വീട്ടിൽ പോകണം, അത് കഴിഞ്ഞ് തിരിച്ചു വരണം. അങ്ങനെ കുറേ പ്രാവശ്യം അങ്ങനെയൊക്കെ ചടങ്ങുകളുണ്ട്. പിന്നെ എന്താ ഒടിബിയ്യം കൊടുക്കണം. ഒടിബിയ്യം എന്ന് പറഞ്ഞാൽ ഇവർ എന്തോ പൂജ ചെയ്ത അരി എല്ലാം കൂടെ വെച്ച് ചോറ് വെച്ച് നാട്ടുകാരെയും അവരുടെ ബന്ധുക്കളെ എല്ലാം വിളിച്ച് അവർക്കൊരു സദ്യ വെച്ച് കൊടുക്കണം. അതിനാണ് ഒടിബിയ്യം എന്ന് പറയുന്നത്. ഇവർ ഈ പെണ്ണിൻ്റെ ചടങ്ങുകൾ അവിടെ വെച്ച് കഴിഞ്ഞായിരുന്നെന്ന് തോന്നുന്നു ഒടിബിയ്യം ചെയ്യുന്നത്. ഈ അടുത്തത് ചെറുക്കൻ്റെ ചേട്ടൻ്റെയും വൈഫിൻ്റെയും കൂടെ എല്ലാ വർഷവും അങ്ങനെ ചെയ്യണമെന്നൊക്കെയാണ് ഇവരുടെ ചടങ്ങുകളിലുള്ളത്. അന്നേരം ഇവർക്ക് രണ്ടുപേർക്കും ചെയ്തില്ലായിരുന്നു. അത് അന്ന് ചെയ്ത് അതോടുകൂടി ഇവരുടെ കല്യാണ ചടങ്ങുകൾ തൽക്കാലത്തേക്ക് തീരുന്നു എന്ന് പറഞ്ഞാൽ തീർക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന ചടങ്ങുകളും എല്ലാമാണ് ഉള്ളത്. ഏതായാലും നമുക്ക് നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവരിത് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് ബോറായിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ഈ ചടങ്ങുകളൊക്കെ ഒന്ന് കാണിക്കുക എന്നതായിരുന്നു എൻ്റെ ഉദ്ദേശം. അത് സക്സസ് ആയി എന്ന് വിചാരിക്കുന്നു. ഏതായാലും ബാക്കിയുള്ള ചടങ്ങുകൾ കാണാം.